പാവപ്പെട്ടവനാന്ന് തോന്നുന്നു. ഇന്നവന്റെ മണ്ടയിൽ ഞാൻ കുതിര കയറും. കുതിരയില്ലേട്ടാ കഴുത. നിന്റെ അപ്പനെ പറ്റിയല്ല പറഞ്ഞു. പാവപ്പെട്ടവനാ തന്തയ്ക്ക് വിളിച്ചിട്ട് മിണ്ടായിരിക്കുന്നു. പേടി പേടി. മീര പോയ ഒരു നിമിഷം പോയി. ഇത്ര നേരം മടിയിലുണ്ടായിരുന്നു. അയ്യോ അതല്ല മീര വണ്ടി. അത് ശരി, മീര എന്നിടയ്ക്ക് വണ്ടിയായി. എന്റെ പൊന്നോട് ഞാൻ പ്രൊഫസർ മുതുകാടിന്റെ വീട്ടിൽ മാജിക് പഠിക്കാൻ പോകുന്ന വഴിയാ. ചെറിയൊരു മജിഷ്യനാ. മുതുകാടെന്ന് പറഞ്ഞാൽ എന്താടാ? എനിക്ക് പേടിയാവും. മുതുകാടിന്റെ ഗുരുവാ. നിന്റെ ഗുരു. പക്ഷെ എനിക്ക് അങ്ങനെ ഗുരുവേ അല്ല. ഞാൻ ഇവിടെ അസലായിട്ട് ഇവിടെ മാജിക് കാണിക്കുന്ന വെച്ച. ചേട്ടനവിടെ കഴിഞ്ഞ ദിവസം മാജിക് കാണിച്ചത്. എന്റെ ഈശ്വരൊന്ന് പരിചയപ്പെടുന്ന വെച്ചിരിക്കുന്നു. ഓക്കെ എന്റെ പൊന്നേട്ടാ, എനിക്ക് വേണ്ടി ചെറിയൊരു ഐറ്റം മാജിക് കാണിച്ചു തരണം പ്ലീസ്. പൊന്നുവിനെ സംഭവം ഒന്നും കൊണ്ടുവന്നില്ല. ഇത് വെച്ച് കാണിച്ചു തന്നാ. ഇത് വെച്ച് ചെറിയൊരു ഐറ്റം കാണിച്ചു തരണം. പറ്റില്ല എന്ന് പറയരുത് പ്ലീസ്. ചേട്ടാ നാണിക്കേണ്ട ആവശ്യമില്ല. ഒരു ചെറിയൊരു ഐറ്റം കാണിച്ചു. പയ്യൻ പറഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കാൻ സമയമില്ല. ഓക്കെ പ്രിയമുള്ളവരെ, ഈ മാജിക് എന്ന് പറഞ്ഞാൽ അറിയുന്നുള്ളൊരു കേസി അറിയാൻ പറഞ്ഞൊരു ഭയങ്കര പാടാണ്. ഓക്കെ സംശയമില്ല. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കർച്ചി. സംശയമില്ല. ഓക്കെ റെഡി. ഇതാ മാജിക്കിലെ കിടക്കുകയാണ്. വാട്ട് ഈസ് ദിസ്? ദിസ് ഈസ് കർച്ചി. മലയാളത്തിൽ പറയാ തുണി. പീറ തുണി. നീ ഉപയോഗിക്കുമ്പോ, ദിനേശ് ഉപയോഗിക്കുമ്പോ കർച്ചി. ശരി, ഇതാ മാജിക്കിലെ കിടക്കുകയാണ്. സംശയമില്ല. സംശയമില്ല. കർച്ചീഫാണ്. റെഡി? ഓക്കെ. എന്തായി? കർച്ചീഫായി. താങ്ക് യു താങ്ക് യു. ഇതാണോ മാജിക്? ഇങ്ങനെ മാജിക് കാണിക്കുന്നതൊക്കെ തന്നെ എല്ലാവന്മാരും കൂടെ കാണിച്ചിട്ട് പോകും. എന്റെ പൊന്നേട്ട ഇതല്ല മാജിക്. മാജിക് എന്ന് വെച്ചാൽ അർത്ഥപൂർണ്ണമായിരിക്കണം. മാജിക് അർത്ഥപൂർണ്ണമായിട്ട് ഇയാളൊന്ന് കാണിച്ചു. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാജിക് അങ്ങോട്ട് കാണിച്ചു തരാം. ഇത് കണ്ടത് ഒരു ട്യൂബാ. ഇത് ഞാൻ വായുവിൽ വെച്ച് അപ്രത്യക്ഷമാക്കി കാണിച്ചു തരാം. ആരെയും വായിൽ വെച്ച് അപ്രത്യക്ഷമാകണ്ട. വായുവിൽ വെച്ച് അപ്രത്യക്ഷമാക്കി. പ്രിയമുള്ളവരെ, ഇതാ ഈ ട്യൂബ് കണ്ടുകൊണ്ട് എന്റെ ഏറ്റവും പുതിയ ഐറ്റത്തിൽ കിടക്കുകയാണ്. അതായത് ട്യൂബ് എസ്കേപ്പ് അല്ലെങ്കിൽ ടയർ എസ്കേപ്പ്. റെഡി? പ്രിയമുള്ളവരെ, ഇതാ ഈ ട്യൂബിനകത്തൂടെ ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോവാം. ഇതിനകത്ത് ഒരാൾക്ക് വളരെ ഈസി ആയിട്ട് കടന്നു പോകാം. എന്റെ പൊന്നു ചേട്ടാ, അതിന് ഇതിനകത്ത് ഒരാൾക്കല്ലേ കടന്നു പോകാൻ പറ്റൂ. പക്ഷെ ഈ ട്യൂബിനകത്തൂടെ രണ്ടുപേര് കടന്നു പോയിട്ട് എങ്ങനെ രക്ഷപ്പെടും എന്നുള്ള ദിനേശൻ കാട്ടിത്തരും. ഇതിനകത്ത് രണ്ടുപേര് കാര്യം പോയിട്ട് രക്ഷപ്പെടുന്ന വിദ്യ, അതാണ് മാജിക്. അതിനുവേണ്ടി ഒരാളും കൂടെ വേണം. സുഹൃത്തുക്കളെ, ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ കണ്ടുപഠിക്കാൻ അതിന് വേണ്ടി പ്ലീസ് കടന്നു വരൂ. നീ മതി. നിനക്കല്ലേ കാണാൻ ആക്രാന്തം? അല്ല, ഇത് ഞാൻ പഠിച്ചു വരുന്നേ ഉള്ളൂ. ഇത് വേറെ ഒന്നും ഇല്ലെന്ന്. എനിക്ക് അറിയത്തില്ലല്ലോ. ഇത് അഡ്ജസ്റ്റ് ഉണ്ട്. ഞാൻ റെഡി എന്ന് പറയുമ്പോ നീ ഇതിനകത്ത് കയറിക്കോണം. നിനക്ക് റെഡി ഞാൻ പറയാം, അപ്പോഴേ വലിഞ്ഞു കയറാവൂ. ഇത് പിള്ളേരികളി അല്ല, ഓർമ്മ വേണം. റെഡി? ഞാൻ നേരത്തെ പറഞ്ഞു അറിയാന്നുള്ളൊരു കേസി അറിയാൻ പറഞ്ഞൊരു ഭയങ്കര പാടാണ്. റെഡി? ഈ ട്യൂബിനകത്തൂടെ ചുമ്മാ നമ്മൾ അറിയുന്ന ചുമ്മാ എന്നാണ് ഇപ്പോഴല്ലെന്ന്. എടേ ഇറിപോന്നു. ഞാൻ നേരത്തെ പറഞ്ഞു അറിയാന്നുള്ളവർക്ക് ഈസി. തൃപ്തിയായ എനക്ക്? ഞാൻ ഇപ്പോഴല്ലെന്ന്. നീ ഒന്ന് ഇങ്ങനെ ആക്കിയാന്. ഈശ്വരോ, ഇതെന്തൊരു പാടടേ ഇത്. എന്റെ കൈ എവിടെയടേ? ഞാൻ അപ്പോഴേ പറഞ്ഞു ഇപ്പൊ കേറല്ലേന്ന്. ഞാൻ ആക്രാന്തത്തോടെ വലിഞ്ഞേറാൻ നിന്റെ അമ്മാവന്മാരെ വീടാറായിരുന്നു. ഇത് ആര് ഭാഷയുടായത്? തൊണ്ടക്കുഴി ഇറിവിയെന്നൊന്നാണ് അനുഭവിച്ചോ? ഇല്ല, ചുമ്മാ ഒന്നാമത് എന്റെ കാല് തലയെ തൊടാനില്ല. ഞാൻ അവിടെ നില്ല. ഞാൻ ഒന്ന് ഊരി നോക്കട്ടെ. എനിക്ക് ഊരണ്ട, അവിടെ ഇരുന്നോട്ടെ. എടേ എനിക്ക് ഇന്ന് കല്യാണത്തിനുള്ളതാണ്. നീ ചുമ്മാ സമാനപ്പെട്. നീ സമാനപ്പെട്ടൊന്ന് ആലോചിച്ച് നോക്കാണ്. ആദ്യം എങ്ങനെയാണ് ഇങ്ങോട്ട് കയറിയെന്ന്, അതുപോലെ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കിയാണ്. വേണ്ട, അവിടെ ഇരുന്നു. ഉള്ള പിടുത്തവും പോയി. നേരത്താന്തോ പുല്ലിനെ വലിച്ചു കയറ്റാൻ തോന്നിയത്. എടാ എത്തിയേച്ച് പോടാ. നാട്ടുകാർ കണ്ട തെറ്റിദ്ധരിക്കൂടെ? ബാക്കിയുള്ളവനെ പറയിപ്പിക്കാൻ വന്നിരിക്കുന്നു. ഇപ്പോഴുള്ളവരെ സംഭവം എന്തായാലും കുരിയും പോയി. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്നൊന്ന് രസം എടുത്തു പ്ലീസ്. ഇത് നല്ല കളിയാണല്ലോ. ഞാൻ കൂടെ കയറട്ടാം. ഇവിടെ ഒരുത്തൻ കയറിയതിന്റെ നീറ്റല് തീർന്നില്ല. ഇനിയിപ്പോ അവനും കൂടെ വലിയതിനകത്ത് കയറണം. ഇറങ്ങി പോടാ. ഇത് ഊരിത്താടാ. ഇത് ഓ നിനക്കറിയാൻ പാടില്ലാത്ത ഞാൻ ചെയ്യാം.
മോനെ ഇപ്രാവശ്യത്തെ കറ മത്സരം എനിക്ക് തന്നെ ഫസ്റ്റ് ഞാൻ പോയി കറന്നിട്ട് പ്രിയമുള്ളവരെ നമ്മൾ ഇവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കറോ മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ജർമ്മനി, ഇറ്റലി, ഫ്രാൻസ്, ഉഗാണ്ട, കേരളത്തെ പ്രതികരിച്ച് നമ്മുടെ ദിനേശ് ചേട്ടനാണ് കറോ മത്സരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. വാശിയേറിയ കറോ മത്സരത്തിന്റെ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. റെഡി സ്റ്റോപ്പ്. ആദ്യമായി അമേരിക്ക. എത്ര ലിറ്റർ കറന്നു? 95 ലിറ്റേഴ്സ്. പോരാ ദിനേശ് കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നിട്ടുണ്ട്. പോരാ. അടുത്തായി ജർമ്മനി. എത്ര ലിറ്റർ കറന്നു? 100 ലിറ്റേഴ്സ്. പോരാ ദിനേശ് കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നു. നിങ്ങൾ ഹലോ, അവിടെ എന്താ ഒരു ബഹളം? ചേട്ടാ, ചെറിയൊരു വിഷയം നടന്നു. അതായത് പശുവിനെ കറന്നിട്ട് പാൽ അളക്കാനായിട്ട് കൊണ്ടുപോകുമ്പോൾ പശു വിരണ്ടോടി പാലെല്ലാം തട്ടിക്കമഴ്ത്തിയിരിക്കുകയാണ്. ഈ മത്സരം ഒന്നുകൂടി നടത്താൻ പറ്റുമെന്ന് അവരുടെ ചോദ്യം. പറ്റില്ലല്ലോ. അങ്ങനെയാണ്. ഭാഗ്യത്തിന് നമ്മുടെ ദിനേശ് ചേട്ടൻ മാത്രമേ പാൽ അളന്നു കഴിഞ്ഞിട്ടുള്ളൂ. പുള്ളി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യം 250 ലിറ്റർ കറന്നിട്ടുണ്ട്. ഓക്കെ, പറയൂ ദിനേശ് ചേട്ടാ, എത്ര ലിറ്റർ കറന്നു? 1.5. ഒരുമാതിരി അനാവശ്യം പറയല്. അനാവശ്യം നിനക്ക് കാണിച്ചു വിട്ടു അല്ലടാ റാസ്കലെ. എന്താ എടാ, നീയൊക്കെ ബാക്കിയുള്ള എല്ലാ രാജ്യക്കാർക്കും കറക്കാൻ നല്ല ഉഗ്രം പശുക്കളെയും കൊടുത്ത് എനിക്കൊരു മുട്ടൻ കാളയും തന്നു. ഇത്രയും കറന്നാ പോരാടാ റാസ്കലെ.